ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ വീണ്ടും നമ്മളൊരു ഉടേറ്റ വന്നിട്ടുള്ളത് കേട്ടാ. ഉട പെയിന്റിങ് കഴിഞ്ഞിട്ടുള്ള പോളിഷർ പണിക്ക് പോകാൻ നിൽക്കണേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റീലിൽ തന്നെയാണ് കേട്ടോ. സ്റ്റീലിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വേറൊരു മോഡലിൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ലേശം മുന്നിക്ക് തള്ളിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പുറത്ത് കൂടി വരുമ്പോൾ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു റണ്ണിങ് പൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ വണ്ടിന്റെ ആവശ്യപ്പെട്ട് പ്രകാരം വെച്ചതല്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ് പുതിയതായിട്ടൊന്ന്. അപ്പോൾ അത് ഈ വണ്ടിക്കുള്ളതല്ല, എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് പെയിന്റിങ്ങിന്റെ കാര്യം. പെയിന്റ് നമ്മൾ അടുത്ത കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. പെയിന്റിങ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഓല അടിച്ചിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തി, പുട്ടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയിലാണ് പെയിന്റിങ്ങും ചെയ്തിട്ടുള്ളത്. പിന്നെ വാട്ടർ ചാനൽ സ്റ്റീല് സൈഡിൽ നീക്കണ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ റണ്ണിങ് പൈപ്പ് വെച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്ന് അഭിപ്രായം പറയട്ടാ. ഉടക്ക് ഫസ്റ്റിലായിട്ടാണ് നമ്മൾ റണ്ണിങ് പൈപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു ഇത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ചെയ്യാറുണ്ടാൽ ഇത് റണ്ണിങ് പൈപ്പ് ഇതിന് എപ്പോഴും ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വക്ക് പറഞ്ഞാൽ ഒരു ചെറിയ മൂലയാണ്. അപ്പോൾ എവിടെയെങ്കിലും സൈഡൊക്കെ വരുതാതെക്കാൻ റണ്ണിങ് പൈപ്പ് ഇതിന് അത്യാവശ്യമായിട്ട് വെക്കണത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. പക്ഷെ അത് ഈ വണ്ടിക്കുള്ളതല്ല, നമ്മളൊന്ന് ഫസ്റ്റിലായിട്ടൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കിയെന്നുള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഡോറ് ലോക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലോക്ക് വേറൊരു മോഡലിലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ നമ്മൾ സെന്നൻ്റെ ആൻറ്റിന വെച്ചിട്ടാണ് ചെയ്യൽ. ഇത് നമ്മൾ ബലോറോൻ്റെ ആൻറ്റിന വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഇരിക്കാൻ ഒരു ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പൊക്കെ നമ്മൾ മുന്നിക്ക് തള്ളിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നാൽ ഈ സൈഡും തന്നെ സ്റ്റീല് വാട്ടർ ചാനലും കാര്യങ്ങളും ഇവിടെ നീക്കണ സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഓരോന്നിനും ഓരോരോ മോഡലായി ചെയ്യാണ്, എല്ലാം ഒരേ മാതിരിക്ക് ചെയ്യേണ്ട വെച്ചിട്ട് കേട്ടോ. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ ഒരു പമ്പർ വെച്ചിട്ടുണ്ട് ഇതിന്. പക്ഷെ ഇതിന് വേറെ ഇത് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് ക്ലോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡിക്ക് ടൈപ്പ് അല്ല കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഫുള്ള് ക്ലോസിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റിലായിട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് രസമുണ്ടെങ്കിൽ അവൻ കമൻറ്റ് പറയണം കേട്ടോ. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആർക്കും പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ബന്ധപ്പെടാം കേട്ടോ. നമ്മൾ നമ്പർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ ഇൻട്രോ തന്നെ ഉണ്ട് നമ്മളെ നമ്പർ കേട്ടോ. ഓക്കെ.